ചില സ്ഥലത്തൊക്കെ നമുക്ക് പോയാൽ തോന്നില്ലേ ഇവിടെയൊക്കെ ഒന്നുകൂടെ വരണമെന്ന്. അതൊരു സൈറൻ ആയിരുന്നു കേട്ടോ, പേടിക്കാനൊന്നുമില്ല. അങ്ങനെ കഴിഞ്ഞ തവണ വിൻ്ററിൽ പോയപ്പോൾ തന്നെ തീരുമാനിച്ചാണ് ഇവിടെ വീണ്ടും വരണമെന്ന്. കാരണം കഴിഞ്ഞ തവണ ഇവിടെ ഒരു സ്ഥലത്ത് പോകണമെന്ന് വിചാരിച്ചിട്ട് വിൻ്ററിൽ ആ സ്ഥലം ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ആ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി മാത്രം ഇത്രയും കഷ്ടപ്പെട്ട് വീണ്ടും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ബെർലിൻ ഹൗഫ് ബാൻഹോഫ് അല്ലെങ്കിൽ മെയിൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ തന്നെ കാണേണ്ട ഒരു സ്ഥലം കേട്ടോ. ഭയങ്കര നല്ല ആർക്കിടെക്ചറൽ മികവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലത്തെ ലെയറിലാണ് സാധാരണ നമ്മൾ മെട്രോ ഒക്കെ പോലെ പറയുന്ന എസ് ബാൻ ഓടുന്നത്. ഇതിൻ്റെ താഴെയാണ് ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻസായ ICE ട്രെയിൻസ് ഒക്കെ പോണത്. എപ്പോഴും യാത്ര തിരിക്കുമ്പോൾ ഇത്തിരി നേരത്തെ ഇറങ്ങാറുണ്ട്. കാരണം കുട്ടിയൊക്കെ ഉള്ളപ്പം എന്താണ് എവിടെയാണ് ഡിലേ വരിക എന്ന് അറിയാൻ പറ്റില്ല. അത് മാത്രമല്ല ബെർലിനിൽ ഇടയ്ക്കിടയ്ക്ക് മിന്നൽ പണിമുടക്കുകളൊക്കെ ഉണ്ടാവാറുണ്ട്. കുറച്ച് സമയത്തിനുള്ളിൽ ട്രെയിൻ വരുമെന്ന് കാണിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ബെർലിനിൽ നിന്ന് ന്യൂറൻബർഗ് ആണ് പോണത്. അത് കഴിഞ്ഞ് അവിടെ നമുക്ക് വേറെ ട്രെയിൻ എടുക്കാണ്ട് കേട്ടോ. ഈ ട്രെയിനിൽ കയറാൻ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ICE ട്രെയിനിൽ കയറുമ്പം ചെറിയ കുട്ടികൾക്ക് ചെറിയ ട്രെയിനിൻ്റെ മോഡൽ കിട്ടും. അപ്പോൾ ഇതൊരു കളിപ്പാട്ട്, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മോൻ പ്രധാനമായിട്ട് യാത്ര ചെയ്യുന്നത് തന്നെ. അച്ഛനും മോനും കൂടെ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നു. അതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ ആൾ. ഒരു 4-4.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ന്യൂറൻബർഗ് എത്തി. അടുത്ത ലെഗ് ഓഫ് ദി ജേർണി ന്യൂറൻബർഗിൽ നിന്ന് ഓബേഴ്സ്ഡോർഫാണ്. അത് ഈ ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ് കേട്ടോ. ശരിക്കും ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. പുഴയും മലയും കോടമഞ്ഞും പശുക്കളും പിന്നെ വഴിയിൽ ഏതോ ഒരു കല്യാണ ചടങ്ങ് കൂടെ കാണാൻ പറ്റി. ഈ ദിവസം മഴ ഉണ്ടാവില്ല എന്ന് ഗൂഗിൾ പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് ഈ ഡേറ്റിൽ ബുക്ക് ചെയ്തത്. പക്ഷേ എന്നത്തെയും പോലെ ഗൂഗിൾ ചതിച്ചു. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ ഒന്ന് അടങ്ങി. ഇനി അടുത്ത ദിവസങ്ങളിൽ ഇത്രയും മഴ ഉണ്ടാവാതിരുന്നാൽ നമ്മുടെ യാത്ര കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അങ്ങനെ രാത്രി 8:45 ഞങ്ങൾ ഓബേഴ്സ്ഡോർഫിലെത്തി. അവിടെയാണെങ്കിൽ പ്രത്യേകിച്ച് ടാക്സിയോ കാര്യങ്ങളോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് നടക്കാൻ തീരുമാനിച്ചു കേട്ടോ. ആ കാണുന്ന മലയുടെ മുകളിൽ എവിടെയാണ് കേട്ടോ നമ്മുടെ ഹോട്ടൽ. അങ്ങനെ ഒരു 10-15 മിനിറ്റ് മല കുത്തനെ കയറിയ ശേഷം ഞങ്ങളുടെ ഹോട്ടൽ ഞങ്ങൾ കണ്ടുപിടിച്ചു. അവിടെ എത്തിയപ്പം റിസപ്ഷനിസ്റ്റ് പറഞ്ഞു കേട്ടോ, ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു, ഒരു ടാക്സി അറേഞ്ച് ചെയ്ത് തരായിരുന്നു. എന്നാൽ സത്യം പറഞ്ഞാൽ ലോങ് ട്രെയിൻ ജേണിക്ക് ശേഷം ഒന്ന് നടക്കുന്നുണ്ടല്ലോ, ഭയങ്കര ഒരു ആശ്വാസമാണ്. ഈ ഹോട്ടൽ റൂമിലേക്കൊക്കെ ആദ്യം കയറുമ്പോൾ ഒരു സ്മെല്ലില്ലേ, അത് തന്നെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ എല്ലാ സാധനങ്ങളും അതുപോലെ നല്ല വൃത്തിക്ക് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബാത്റൂം നല്ല അടിപൊളി ടൈൽസ് കേട്ടോ. ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ടൈൽസിന്. എന്തെങ്കിലും ഒരു വീട് ഉണ്ടാക്കുമ്പോൾ ഈ കളർ ടൈൽസ് ഉപയോഗിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ എല്ലാ ഹോട്ടൽ റൂമിൽ കയറിയാലും നോട്ട് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഒരു കാപ്പിയൊക്കെ കുടിക്കണമെങ്കിൽ കോഫി സ്പേസ് ഉണ്ട്. കുട്ടിയുള്ളപ്പോൾ നമ്മുടെ മെയിൻ ബെഡിൻ്റെ ഒപ്പം ഒരു വേറെ എക്സ്ട്രാ ബെഡും കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ റൂം തന്നെ ബുക്ക് ചെയ്യേണ്ടി വന്നു. പിന്നെ അവർ വീട്ടിലിടാൻ വേണ്ടിയിട്ട് ചെരുപ്പുകൾ കരുതിയിരുന്നു. കുട്ടികളുടെ ചെരുപ്പൊക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഈ വീടിൻ്റെ പുറത്ത് നോക്കാം. റൈറ്റ് സൈഡിൽ സോന റൂമാണ്, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ലെഫ്റ്റ് സൈഡിൽ ഭയങ്കര ഭംഗിയുള്ള ചെറിയ ചെറിയ കുന്നുകളുണ്ട്. യാത്ര ചെയ്ത ഭയങ്കര ക്ഷീണം കൊണ്ട് ഇനി അധികം ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല. നാളെ രാവിലെ ബാക്കി കാണാം കേട്ടോ. ഞാൻ ജനിച്ചു വളർന്നത് വയനാടായതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ഒരു സന്തോഷവും സങ്കടവും കരച്ചിലും എല്ലാം കൂടെ ഒരുമിച്ച് വരും. എഴുന്നേറ്റ് വന്ന് എൻ്റെ മുഖം കാണിക്കണ്ടെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ ഇതൊക്കെ എന്ന് മറച്ചു വയ്ക്കാൻ, എല്ലാവരും എഴുന്നേറ്റ് വരുമ്പോൾ ഇങ്ങനെ തന്നെയല്ലേ. അങ്ങനെ മുടി പോലും ചെയ്യാണ്ട് നേരെ ഞാൻ പുറത്തേക്ക് വന്നതാണ്. എനിക്ക് ഈ സാധനമൊന്നും കാണാതിരിക്കാൻ പറ്റുന്നില്ല. രാത്രി മുഴുവൻ ഇത് എങ്ങനെ ഉണ്ടാവും രാവിലെ കാണുമ്പോൾ എന്നുള്ള ആലോചിച്ചിങ്ങനെ കിടക്കുമായിരുന്നു. റൂം ബുക്ക് ചെയ്യുന്നതിനൊപ്പം ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളതുകൊണ്ട് അത് ഞാൻ വിശാലമായിട്ട് അടിച്ചു കയറ്റി. സാധാരണ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റിന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം ഓരോ ഡേയും സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാവും. ഇന്നത്തേത് കൂബേക്സ് ന്യൂസ് വാഫലിനാണ്. വാഫൽ തന്നെ കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിരുന്നു. റെസിപ്പി അവർ ഷെയർ ചെയ്തിട്ടുണ്ട്, ഒരു ദിവസം ഉണ്ടാക്കാം കേട്ടോ നമുക്ക്. Are you ready to go to the mountain, to the gorge? ഒരു സാധനം തന്നിട്ടുണ്ട്. ഇത് കുറേ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് അവിടെ പോണതിനെ കുറിച്ച്. പിന്നെ തന്നിട്ടുള്ളത് ഈ 2 റെസ്റ്റോറൻറ്റ്സ് ആണ് അവിടെ ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ്സ് കഴിക്കാൻ നല്ലത് എന്ന് പറഞ്ഞിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. നോക്കാം അവിടെയൊക്കെ പോകാൻ പറ്റുമോയെന്ന്. അപ്പോൾ ഹോട്ടലിൽ നിന്ന് കാർ എടുത്തിട്ടും വേണമെങ്കിൽ താഴേക്ക് പോവാം. പിന്നെ നടക്കാൻ വേണ്ടിയിട്ടൊരു വഴിയുണ്ട്, അതിൽ കൂടിയാണ് കേട്ടോ ഇന്ന് നമ്മൾ പോണത്. കാട്ടിക്കൂടുള്ള വഴിയാണല്ലേ, പക്ഷെ നല്ല രസമുണ്ട്. അഥവാ മഴ പെയ്യുകയാണെങ്കിൽ കുടകളും പിന്നെ അവിടെ യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ ബാഗുകളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
എവിടെയോ പള്ളിയിൽ നിന്ന് മണിയൊക്കെ മുഴങ്ങുന്നുണ്ട്. ഈ വഴി കൂടെ എല്ലാ ദിവസവും രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ട് കയറി ഇറങ്ങിയാൽ തന്നെ പിന്നെ വേറെ എക്സസൈസ് ഒന്നും ചെയ്യേണ്ടി വരില്ല കേട്ടോ. മഴയുള്ളതുകൊണ്ട് ഞങ്ങൾ ആദ്യം വിചാരിച്ചു ബസ് പിടിച്ച് ബസ് സ്റ്റേഷനിൽ പോകാമെന്ന്. ആ ബസ് സ്റ്റോപ്പ് തന്നെ ഒന്ന് കാണാനുണ്ടായിരുന്നു കേട്ടോ. മരം വെച്ചുണ്ടാക്കിയ ബസ് സ്റ്റോപ്പ്. ഇരിക്കാനും നല്ല സുഖമായിരുന്നു. പുതിയതാണെന്ന് തോന്നുന്നു, കാരണം എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. ബസ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനുള്ള ബോർഡും നല്ല രസമായിരുന്നു. ഡിജിറ്റലാണ്, ടച്ച് സ്ക്രീനുണ്ട് കേട്ടോ അതിന്. ബസ് വരാൻ പക്ഷേ ഞങ്ങൾ കാത്തുന്നില്ല കേട്ടോ. ബസ് സ്റ്റേഷനിലേക്ക് നടന്നു. നമ്മൾ ഇന്നലെ ഇറങ്ങിയ ട്രെയിൻ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റേഷൻ. ഏറ്റവും ബാക്കത്തെ സീറ്റാണ് കിട്ടിയത്. പക്ഷെ കുഴപ്പമില്ല, ഒരു 4-5 സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ. വഴിയിൽ പക്ഷേ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കുറച്ച് നേരം ബസ് നിർത്തി വെക്കേണ്ടി വന്നു. ഒരു കൂട്ടം താറാവുകൾ അവർ റോഡ് ബ്ലോക്ക് ചെയ്ത് നിന്നു. കുറേ നേരം എല്ലാ വണ്ടികളും അവർ നിർത്തി വെച്ചിട്ടോ. ആരും ഇറങ്ങിയിട്ട് ഇവർ ശൂശു എന്നൊന്നും പറഞ്ഞു ആട്ടി ഓടിച്ചൊന്നുമില്ല. അവരവരുടെ തർക്കമൊക്കെ തീർന്ന് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുമ്പം പതിയെ ആ റോഡിൻ്റെ സൈഡിലേക്ക് മാറിക്കൊടുത്തു. അപ്പം നമ്മൾ പോണത് ബ്രൈറ്റാക്ലം എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇവിടെയാണ് ബസ് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് നമ്മൾ ആ കാണുന്ന ബിൽഡിങ്ങിലേക്ക് നടക്കണം. അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോവാം. അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് എല്ലാം റെഡിയായി മുന്നോട്ടേക്ക് പോവാണ്. നമ്മൾ ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു കൂപ്പൺ കിട്ടും. ആ കൂപ്പൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബസ്സിൽ, ഇപ്പം നമ്മൾ വന്ന ബസ്സിലൊന്നും ടിക്കറ്റ് എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതുമാതിരി തന്നെ ഇവിടെ ഈ ബ്രൈറ്റാക്ലത്തേക്ക് പോകുന്നതിനുള്ള ടിക്കറ്റിലും ഫെയറിൽ ഒരു ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. ഇപ്പം മാത്രമല്ല, നാളത്തെ യാത്രയിലൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. കുറേ കാശ് ഇത് കാരണം സേവ് ചെയ്യാൻ പറ്റി. ഇവിടെ ചെറുതായിട്ട് പുഴ കാണാൻ പറ്റും. നല്ല കുത്തി ഒലിക്കുന്ന വെള്ളമാണ്. അതിൽ പെട്ടുപോയാൽ നമ്മുടെ കാര്യം തീർന്നു. കുട്ടികളൊക്കെ ഉള്ളപ്പോൾ നല്ല സൂക്ഷിച്ച് വേണം നമുക്ക് ഇത് കൂടെ പോകാൻ. ഒരു സൈഡിൽ പാറയും മറ്റേ സൈഡിൽ റിവറുമാണ് ഇനി അങ്ങോട്ടുള്ളത് കേട്ടോ. ബ്രൈറ്റാക്ക് എന്ന റിവർ ക്രിയേറ്റ് ചെയ്ത ഗോർജാണ് ബ്രൈറ്റാക്ലം. കഴിഞ്ഞൊരു 10,000 വർഷത്തിനുള്ളിൽ ക്രിയേറ്റ് ചെയ്തതാണ് ഈ ബ്രൈറ്റാക്ലം ഗോർജ്. ഈ ബ്രൈറ്റാക്ലത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ നമുക്ക് പലവിധ ട്രക്കിംഗ് ട്രെയിൽസ് യൂസ് ചെയ്യാം. നമ്മളിവിടെ കുട്ടികൾക്കൊക്കെ പറ്റിയ കുറച്ചുകൂടെ വിശാലമായി എല്ലാം എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഓറഞ്ച് പാത്താണ് എടുത്തേക്കണേ. പല ട്രെയിൽസിനും പല കളേഴ്സാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ പോണ സമയത്ത് ഓരോ സ്ഥലത്തും ഓരോരോ കളറിൻ്റെ ആരോ വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഏത് ട്രെയിലാണ് യൂസ് ചെയ്യേണ്ടത് ആ ട്രെയിലിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന കളർ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ പാത്ത് നമ്മൾ കണ്ടുപിടിക്കുക. നമ്മളെപ്പോലെ അങ്ങോട്ട് പോകുന്നവർ മാത്രമല്ല, വേറെ ട്രക്കിംഗ് ട്രെയിൽ യൂസ് ചെയ്ത് തിരിച്ച് ഈ വഴി തന്നെ തിരിച്ചു വരുന്നവരും നമുക്ക് വഴിയിൽ കാണാൻ പറ്റും. കുറച്ച് ഇടുങ്ങിയ വഴിയൊക്കെയാണ്, എന്നാലും പരസ്പരം സഹകരിച്ച് നമുക്ക് വൃത്തിക്ക് എല്ലാ ഫോട്ടോ ഒക്കെ ഷൂട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ആരും അങ്ങനെ ഹറി ചെയ്യാറൊന്നുമില്ല കേട്ടോ. ചില സ്ഥലത്ത് വെള്ളം വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ മലയുടെ മുകളിൽ നിന്ന് വെള്ളം നമ്മുടെ മുകളിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. ഇനി പനി പിടിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ കോട്ടൊക്കെ എടുത്തിട്ടു. കുട്ടികളൊക്കെ ഇത്രയും നേരം നടക്കുമോ എന്നായിരുന്നു എൻ്റെ ഒരു പേടി. പക്ഷെ അതിനേക്കാളും വലിയ പ്രശ്നം ഉണ്ടായത് ഈ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് വരുമ്പോൾ ആദ്യമായിട്ടാണല്ലോ മോൻ ഇതൊക്കെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒരു ഭീകര എന്തോ അന്തരീക്ഷമായി തോന്നിയിട്ട് നമുക്ക് വന്ന വഴി തിരിച്ചു പോകാമെന്നുള്ളൊരു ലൈനിലായിരുന്നു ആൾ. പിന്നെ ഒരുമാതിരി പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ടേക്ക് കൊണ്ടുപോയി. പക്ഷെ ആൾ അവസാനം ചോദിച്ചപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തു കേട്ടോ. ഞാനുണ്ടല്ലോ എവിടെ യാത്ര ചെയ്യാൻ പോയാലും അവിടെ എനിക്ക് എവിടെയെങ്കിലും വെച്ച് പരിചയമുള്ള ഒരാളെ ഞാൻ കണ്ടുകിട്ടും. ഈ യാത്രയിൽ അങ്ങനെ പണ്ട് പരിചയപ്പെട്ട അനുവിനെ വീണ്ടും കാണാനിടയായി. അപ്പോൾ പിന്നെ ബാക്കിയുള്ള യാത്ര ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ വലിയൊരു ട്രക്കിങ്ങിൻ്റെ വലിയൊരു ഭാഗം തീർന്നു. പക്ഷേ ട്രക്കിംഗ് മൊത്തത്തിൽ തീർന്നിട്ടില്ല കേട്ടോ. ഇനി ഇതുപോലത്തെ ഒരു ഭാഗത്തൂടെയാണ് നമുക്ക് നടക്കേണ്ടത്. അതിനു മുമ്പ് നമുക്ക് ലഞ്ച് കഴിക്കാം. ആൽപ്പ് ഡോർനാക്ക് എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. മോന് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഹൻസിം ഗ്ലുക്ക് എന്ന് പറയുന്ന ഒരു സാധനമാണ്. അതിൽ ഷ്നിറ്റ്സലും പോമസ് എന്ന് വെച്ചാൽ ഫ്രൈസൊക്കെ ഉണ്ടായിരുന്നു. അത് നന്നായി എൻജോയ് ചെയ്ത് കഴിക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് സിട്രോണൻ കേസർഷ്മാൻ എന്ന് പറഞ്ഞ ഈ സാധനമാണ്. കുറച്ച് വലിയ ഐറ്റമായിരുന്നു കേട്ടോ. ഞങ്ങളെ കൊണ്ടൊന്നും കഴിച്ച് തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലത്ത് ഇരുന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ. ഒരു ഭാഗത്ത് നല്ല പുൽമേട്, അപ്പുറത്ത് കുറേ മലകളും. പക്ഷേ ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് പശുക്കളാണ്. ഇവരുടെ കഴുത്തിലൊക്കെ വലിയ മണികൾ കെട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് പുല്ല് കഴിക്കുമ്പോൾ എപ്പോഴും മണി ഇങ്ങനെ ഇളകിയിട്ട് ശബ്ദം ഉണ്ടാവും കേട്ടോ.
കുട്ടികൾക്ക് പിന്നെ ഭക്ഷണത്തോട് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല എന്ന് ഇവിടെയുള്ള റെസ്റ്റോറൻറ്റ് ഓണേഴ്സിന് അറിയാവുന്നതുകൊണ്ടായിരിക്കും ഇവിടെ ഇങ്ങനെ കളിക്കാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു ട്രാക്ടറാണ് കേട്ടോ. ഈ ട്രാക്ടറിൻ്റെ മുകളിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ഞങ്ങളുടെ റെസ്റ്റ് ഓഫ് ദ ജേർണി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഞങ്ങൾ പാടുപെട്ടു. ഇനിയും കുറേ ദൂരം പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി വിശാലമായ പുൽമേടുകളിൽ ഇരുന്നും കിടന്നും നടന്നും കൊണ്ട് ആസ്വദിക്കുന്ന പശുക്കളെ കുറേ കണ്ടു. അവരുടെയൊക്കെ ഒരു ലൈഫാണ് കേട്ടോ, ലൈഫ്. അനുവിന്ദനൊരു വ്ളോഗിൽ കേട്ടിട്ടെ. കുറേ നേരം നടന്നു കഴിഞ്ഞപ്പോൾ ആൾക്ക് കാല് വേദനിച്ചു തുടങ്ങി. എന്നാൽ പിന്നെ ഇനി മുതുകത്താവട്ടെ യാത്ര എന്ന് വെച്ചിട്ട് തോളത്ത് കയറ്റി കേട്ടോ അതിനെ. ഇനി നേരെ വണ്ടി ഹോട്ടലിലേക്ക്. അടുത്ത പരിപാടി സ്റ്റീം ബാത്ത് അല്ലെങ്കിൽ സോനയാണ് കേട്ടോ. ഒരു 80-90 ഡിഗ്രി സെൽഷ്യസ് വരെ ഈ സോനയുടെ ഉള്ളിൽ ടെമ്പറേച്ചർ ഉണ്ടാവും കേട്ടോ. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് ആ ബ്ലാക്ക് സാധനം. അപ്പോൾ നമ്മൾ ഓൺ ചെയ്യുമ്പം ഇതൊന്ന് ഹീറ്റാവും. പിന്നെ ആ ബക്കറ്റ് കണ്ടില്ലേ, ഔഫ്ഗുസ് എന്ന പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുള്ളത്. ഔഫ്ഗുസ് ചെയ്യേണ്ട ഓയിൽ ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഇതുമാതിരി എടുത്തു വയ്ക്കും. എന്നിട്ട് ആ കയ്യിൽ ഉപയോഗിച്ച് ആ വെള്ളം ആ ഹീറ്റഡ് ആയിട്ടുള്ള സ്റ്റോൺസിന് മുകളിലേക്ക് ഒഴിക്കുമ്പോൾ അവിടെയൊക്കെ കുറേ നല്ല മണമുള്ള സ്റ്റീം വരും. നമുക്ക് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഈ സോന ഓൺ ചെയ്യാം. എത്ര മണിക്കൂറാണ് ഓൺ ചെയ്യേണ്ടത് അവിടെ സെറ്റ് ചെയ്യാം. സോനയ്ക്ക് പോകുമ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള കുപ്പായങ്ങളൊക്കെ ഇടണം. അതൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കുള്ള കുട്ടി കുപ്പായം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു മോണിറ്ററിലാണ് നമ്മൾ സോനയുടെ ഹീറ്റും എത്ര ടൈം നമുക്ക് അവിടെ നിൽക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. സോന ഉപയോഗിക്കുമ്പോൾ നമ്മളങ്ങനെ കുപ്പായമൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അവിടെ വിരിച്ചിരിക്കുന്ന ടവൽസിൻ്റെ മുകളിൽ മാത്രമേ നമ്മൾ ടച്ച് ചെയ്യാനും പാടുള്ളൂ. എൻ്റെ സോനയുടെ ആദ്യത്തെ ഒരു 15 മിനിറ്റ് സെഷൻ കഴിഞ്ഞു. ഒരു 80 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ സോന സെറ്റ് ചെയ്തിരുന്നത്. ഈ ഒരു സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ തണുത്ത വെള്ളത്തിൽ പോയി കുളിക്കണം. കുളിക്കുമ്പോൾ ആദ്യം ഹാർട്ടിൻ്റെ ഏറ്റവും അകലെയുള്ള പാർട്ട് നനയ്ക്കണം. എന്നിട്ട് പിന്നെ മെല്ലെയാണ് ഹാർട്ടിൻ്റെ അടുത്തോട്ടുള്ള ബോഡി പാർട്ടിലോട്ട് വരുള്ളൂ. അതുകൂടാതെ നന്നായിട്ട് വെള്ളം കുടിക്കുകയും വേണം. കാരണം നമ്മൾ കുറേ വേർക്കും, അങ്ങനെ കുറേ വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോവും. ആദ്യമായിട്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം കേട്ടോ, ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. സ്കിന്നിനും ഭയങ്കര നല്ലതാണ്. മാത്രമല്ല എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം സോന തരുമ്പോഴേക്കും മാറിക്കോളും. ഇപ്പം നമ്മൾ ഒരു 15 മിനിറ്റ് സോന ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിച്ച് കുറച്ച് നേരം റിലാക്സ് ചെയ്ത് വെള്ളമൊക്കെ കുടിച്ചിരിക്കണം. ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത ശേഷം വീണ്ടും നമുക്ക് വേണമെങ്കിൽ സോന റൂമിൽ പോയിട്ട് വീണ്ടും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ബ്രേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ സോന റൂമിൽ പോയി ഒന്നുകൂടെ സ്റ്റീം ബാത്ത് ചെയ്യും. ഇന്നത്തെ ഈ സോനയോടെ കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്ലാറ്റായി കിടന്നുറങ്ങും. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 2 മലയുടെ മുകളിലേക്ക് കേബിൾ കാർ പിടിച്ച് പോവാം. ഒന്ന് നേബിൾ ഹോൺ, പിന്നെ ഒന്ന് ഫെൽ ഹോൺ. കഴിഞ്ഞ പ്രാവശ്യം നേബിൾ ഹോണിലേക്ക് പോയതുകൊണ്ട് ഇപ്രാവശ്യം പോണത് ഫെൽ ഹോണിലേക്കാണ്. ആ പോണ വഴിക്ക് കണ്ടൊരു സംഭവമാണിത്. ഒരു മിൽക്ക് ബൂത്താണിത്. ഒരു കുപ്പിയിൽ നമുക്ക് ഈ സംഭവത്തിന് പാൽ നിറയ്ക്കാം. കാശ് അവിടെ ഇട്ട് കൊടുത്താൽ മതി. ഫ്രഷ് ആയിട്ടുള്ള പാലാന്ന് തോന്നുന്നു. പക്ഷെ പാലും പിടിച്ച് മലയുടെ മുകളിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ പാലെടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ അവസാനം ബസ്സൊക്കെ പിടിച്ച് ഞങ്ങൾ ഫെൽഹോണിലെത്തി. നോക്കുമ്പോൾ അവിടെ വേറൊരു പുഴ, അതിലും ഭംഗിയുള്ളൊരു പുഴ. അങ്ങനെ കുറേ മലയും പുഴയൊക്കെ കടന്ന് നമ്മൾ പോവാണേ. ഈ റിവേഴ്സും ഹിൽസൊക്കെ ഉണ്ടായ കഥയൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ കഥകൾ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ മുകളിലെത്തുമ്പോൾ ഈ കാണുന്ന കഥയൊന്നും ആവില്ല കേട്ടോ. ഈ കാണുന്ന സ്ഥലത്ത് പോയിട്ട് ടിക്കറ്റ് എടുക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ആ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ ഉണ്ടെന്ന്. അത് വെച്ച് ഇവിടെയൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുമേ. അപ്പോൾ ഇനി നമ്മൾ കേബിൾ കാർ പിടിച്ചിട്ട് മുകളിലേക്ക് പോവാണ്. ഈ ഒരു കാറിൽ ഞങ്ങളുടെ കൂടെ വേറൊരു ജർമ്മൻ കപ്പിൾസ് ഉണ്ടായിരുന്നു. കുറച്ച് പ്രായമായ ആൾക്കാർ. അവരവരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കൂടെ കൂടിയിട്ടാണ്. സുദർശൻ്റെ വിചാരം അവനാണ് ഈ കാറൊക്കെ ഓടിക്കുന്നത് കേട്ടോ. പോണ വഴിക്കൊക്കെ കുറേ പശുക്കളുടെ മണികളൊക്കെ കേൾക്കായിരുന്നു. അപ്പോൾ താഴെയൊക്കെ നോക്കുമ്പോൾ കുറേ പശുക്കളൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് അയ വറക്കുന്നുണ്ട് കേട്ടോ. ഈ ഇളം വെയിലിൽ കാറ്റും കൊണ്ട് ഇങ്ങനെ കിടന്നുള്ളൊരു ജീവിതം. ചുറ്റും ഇഷ്ടം പോലെ പുല്ലും. വേറെ എന്ത് വേണമല്ലേ? അങ്ങനെ ഞങ്ങൾ എത്തി. എത്തുന്ന സമയത്ത് ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇടിച്ചിറക്കുമ്പോഴുള്ള ടെൻഷൻ. കേബിൾ കാർ അല്ലാണ്ട് നമുക്ക് ട്രെക്ക് ചെയ്ത് നടന്നിട്ടും ഇതിൻ്റെ മുകളിലേക്ക് എത്താം കേട്ടോ. പക്ഷെ കുട്ടിയുള്ളപ്പോൾ നമ്മൾ പിന്നെ ആ സാഹസത്തിന് നിന്നില്ല. ഇതാണ് ഷപ്പോൾസേ, ഒരു ചെറിയ മൗണ്ടൻ ലേക്കാണ്. ഇപ്പോൾ കുറച്ച് വെള്ളം കുറവാന്ന് തോന്നുന്നു. ഞാൻ പണ്ട് കണ്ട ഫോട്ടോസിലൊക്കെ കുറച്ചുകൂടെ വെള്ളം ഉണ്ടാവാറുണ്ട്. അതിന് സൈഡിൽ കൂടെ പോകുന്ന വഴി കണ്ടില്ലേ, അത് കൂടെയാണ് നമുക്ക് പോകേണ്ടത്.
എൻ്റെ പുറകെ കാണുന്ന ഈ ചെടികൾ കണ്ടോ, വലിയ ഇലകളുള്ള, അതാണ് ആൽപ്പൻ റോസ്. ഈ ആൽപ്പൻ റോസ് ഏകദേശം ഈ സമയമാകുമ്പോൾ പൂക്കേണ്ടതാണ്, പക്ഷെ പൂത്തിട്ടില്ല. ഈ താഴ്വര മുഴുവൻ ഈ പിങ്ക് ഫ്ലവേഴ്സ് നിറഞ്ഞു നിൽക്കുന്നൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ? മിക്കവാറും ഞാനത് കാണാൻ ഒരു വരവ് കൂടി വരേണ്ടി വരും. നമ്മളിങ്ങനെ നടന്ന് തളർന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുമാതിരി മരത്തടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇരുന്ന് കുറേ ബ്രേക്കൊക്കെ എടുത്തിട്ട് തന്നെയാണ് പോണത്. നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇതാണ്, ആൽപ്പെ ഷപ്പോൾഡ്. ഇവിടെ ഹോം മെയ്ഡ് ചീസൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. നമുക്ക് അത്യാവശ്യം ഭക്ഷണം കഴിക്കാനുള്ളത് അവിടെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ മണിമുഴക്കം ഇവിടെയും കേൾക്കാനുണ്ട്. ഇവിടെയും കുറേ പശുക്കളൊക്കെ ഉണ്ട്. എനിക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വഴിയിലുള്ള എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് അവസാനം ഞങ്ങൾ സ്ഥലത്തെത്തി. കഴിഞ്ഞ തവണ സുദർശൻ്റെ അടുത്ത് ഒരു പന്നിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ അവൻ പറഞ്ഞതൊരു കൗ ആണെന്ന്. അല്ല, കുറ്റം പറയാൻ പറ്റില്ല, പന്നീനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം കൃത്യമായിട്ട് പന്നീനെയും പശുവിനെയും ഒക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് റെസ്റ്റോറൻറ്റ് എത്തിയിട്ടോ. ഇവിടെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഭയങ്കര വിശിഷ്ടമായ 3 സാധനങ്ങളായിരുന്നു. 3 തരം ചീസും കുറച്ച് ബ്രെഡൊക്കെ ഉള്ള ഒരു പ്ലേറ്റ്, പിന്നെ അവർ വീട്ടിലുണ്ടാക്കിയ ഒരു കേക്ക്, വൈൽഡ് ബെറീസൊക്കെ ഇട്ടിട്ടുള്ള ഒരു തൈരിൻ്റെ പോലത്തെ ഒരു സാധനം. ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ പിന്നെ ആശാനെ തീരെ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ മുകളിൽ ഉപ്പുംചാക്ക് പോലെ ഏറ്റിട്ട് കുറേ നേരം നടന്നു. പക്ഷേ ഇന്നലെ സോനയൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം നല്ല ഉഷാറായിരുന്നു. രാവിലെ നീട്ടി ഇത്രയും ദൂരം നടന്നിട്ട് അതിൻ്റെ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഫെൽഹോണിനോട് ബൈ ബൈ പറയാൻ സമയമായി. വീണ്ടും കേബിൾ കാറിൽ. ഇപ്പോഴാണ് ശരിക്കും എത്ര ക്ഷീണിച്ചു എന്ന് മനസ്സിലാവണേ. നല്ല ഉറക്കവും അത്യാവശ്യം വിശപ്പും ദാഹം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മിക്ക കേബിൾ കാർസും ഒന്നുമില്ല. ട്രെയിനിന് ഇനിയും സമയമുള്ളതുകൊണ്ട് ഞങ്ങൾ ഒരു സ്ഥലത്തൂടെ പോകാൻ തീരുമാനിച്ചു. ഇതാണ് ക്രിസ്റ്റ്ലെസ് സേ. വരച്ചു വെച്ച പോലെയുള്ള ഭംഗിയുള്ള സ്ഥലം. നല്ല നീല കളർ വെള്ളവും. ഫെൽഹോണിന്ന് 2 കുട്ടി ബസ്സുകൾ പിടിച്ചിട്ടാണ് ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. പക്ഷേ ഇത് മിസ്സാക്കാൻ പാടില്ലാത്തൊരു കാര്യമാണെന്ന് മാപ്സിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ഞങ്ങൾ വന്നത് കേട്ടോ. ഇത്രയും ഭംഗിയുള്ള ലേക്കായിട്ട് എന്താ ആരും ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങി കുളിക്കാത്തതെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പെട്ടെന്ന് എനിക്ക് കിട്ടിയിട്ടോ. ഈ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ഞാൻ അറിയാതെ കാല് കൊണ്ടൊന്ന് തഴുകി. എൻ്റെ പൊന്നോ, പിന്നെ അത് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. ഫ്രീസറിൽ കാലെടുത്ത് വെച്ചതിനേക്കാളും തണുപ്പായിരുന്നു, ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ആരും അതിൽ ഇറങ്ങിയിട്ട് നീന്താത്തത്. അല്ലാതെ ഇവിടുത്തെ ആൾക്കാർക്ക് നീന്തൽ അറിയാത്തതുകൊണ്ടൊന്നും ആയിരിക്കില്ല. ഭയങ്കര തണുപ്പായിരുന്നു. ഞാൻ അധികം നേരം നിന്നില്ല, പെട്ടെന്ന് തന്നെ കയറിയിട്ടോ. ഇതുമാത്രമല്ല കേട്ടോ, കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ ബ്ലൗ ടോപ്സ് എന്നുള്ള സ്ഥലത്ത് പോയി. അവിടെ ഇതുമാതിരി നീല കളറിൽ നല്ല ഭംഗിയുള്ള വെള്ളം കാണാൻ പറ്റും. ഓബസ്റ്റോഫിൽ പോകുന്നുണ്ടെങ്കിൽ ബ്ലൗ ടോപ്പ് ഒരു കാരണവശാലും നമ്മൾ മിസ് ചെയ്യരുത്. പിന്നെ അധികം നേരം നിന്നില്ല, ട്രെയിനിന് സമയമായി. അതുകൊണ്ട് ഞങ്ങൾ അതിന് ചുറ്റും ഒന്ന് നടന്നിട്ട് വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഈ വെള്ളത്തിന് നിറം വരാൻ കാരണം ഇതിനുള്ളിൽ അടങ്ങിയിട്ടുള്ള നാനോ സ്കെയിൽ സിലിക്ക പാർട്ടിക്കിൾസ് കാരണമാണ് പോലും. കുറേ ജോലിയൊക്കെ എടുത്ത് നമ്മളിങ്ങനെ തളർന്നിരിക്കുമ്പോൾ വരാൻ പറ്റിയൊരു സ്ഥലമാണ് ഓബസ്റ്റോഫ്. കുറേ നല്ല നല്ല തടാകങ്ങളും കുറേ മലയുടെ മുകളിലുള്ള പശുക്കളെയൊക്കെ കണ്ടിട്ട് പാലും കുടിച്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ സുഖമായി ജീവിക്കാം. ഇനി അടുത്തൊരു വട്ടം കാണുമ്പോഴേക്കും ഓബസ്റ്റോഫിനോട് വിട പറയുകയാണ്. എന്തോ മനസ്സ് പറയുന്നുണ്ട്, ഇനി വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി ഓബസ്റ്റോഫിലേക്ക് വരുന്നു. ആരോ പറഞ്ഞിട്ടില്ലേ, വീണ്ടും വീണ്ടും പോകാൻ തോന്നുന്ന സ്ഥലമാണ് ശരിക്കും നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന സ്ഥലങ്ങളെന്ന്. ഇത് ശരിക്കും ഭൂമിയിലെ ഒരു കൊച്ചു സ്വർഗം തന്നെയാണ്.